ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം ആകർഷണീയമാക്കും വിധം രാജ്യത്ത് വികസിപ്പിച്ച അത്യാധുനിക ആയുധങ്ങൾ സ്വന്തമാക്കാൻ അർമേനിയ വീണ്ടും രംഗത്ത്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇന്ത്യയുടെ മുന്നേറ്റം കൂടുതൽ ശക്തമാകുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. വിയറ്റ്നാമുമായുള്ള ബ്രഹ്മോസ് മിസൈൽ കരാറിനു പിന്നാലെ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ വാങ്ങാൻ അർമേനിയ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. DRDO വികസിപ്പിച്ച പുതുതലമുറ ആകാശ് NG വ്യോമ പ്രതിരോധ സംവിധാനവും പ്രളയ അർദ്ധ ബാലിസ്റ്റിക് മിസൈലുമാണ് അർമേനിയയുടെ പരിഗണനയിലുള്ളത്. അസർബൈജാനുമായുള്ള അതിർത്തി സംഘർഷവും മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികളും തുടരുന്ന സാഹചര്യത്തിലാണ് അർമേനിയ തങ്ങളുടെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യയുമായി വളർന്നുവരുന്ന പ്രതിരോധ സഹകരണത്തിന്റെ തുടർച്ചയായാണ് പുതിയ ആയുധ ഇടപാടുകളെ കുറിച്ചുള്ള പദ്ധതികൾ ഒരുക്കപ്പെടുന്നത്. 2022 ഏകദേശം 6000 കോടി രൂപയുടെ കരാറിലൂടെ 15 ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് അർമേനിയ ഇന്ത്യയിൽ നിന്ന് സ്വന്തമാക്കിയത്. വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ എന്നിവയെ ഒരേ സമയം പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനത്തിന്റെ പ്രവർത്തനക്ഷമതയാണ് അർമേനിയയെ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പുതിയ പതിപ്പുകളിലേക്ക് ആകർഷിച്ചിരിക്കുന്നത്. ആകാശ് NG ന്യൂ ജനറേഷൻ എന്നത് നിലവിലെ സംവിധാനത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ്. പഴയ പതിപ്പിന് ഏകദേശം 25 കിലോമീറ്റർ പരിധിയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പുതിയ സംവിധാനത്തിന് 70 മുതൽ 80 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്തി തകർക്കാൻ കഴിയും. ശബ്ദവേഗത്തേക്കാൾ 2.5 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന പുതിയ മിസൈൽ സംവിധാനം ആധുനിക യുദ്ധ സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്തതാണ്. പ്രത്യേകിച്ച് പുതിയ എയ്സ റഡാർ സംവിധാനമാണ് ആകാശ് NG അഥവാ ആകാശ് ന്യൂ ജനറേഷന്റെ പ്രധാന സവിശേഷത. ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും പിന്തുടരാനും ഇതിനാകും. അസർബൈജാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന തുർക്കി നിർമ്മിത ബൈരക്തർ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള മനുഷ്യരഹിത ആക്രമണ സംവിധാനങ്ങളെ കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനും ഇന്ത്യയുടെ ആകാശ് NG വലിയ സഹായകരമാകുമെന്നാണ് അർമേനിയ വിലയിരുത്തുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ പ്രളയ മിസൈലും അർമേനിയയുടെ താൽപര്യ പട്ടികയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ഇന്ത്യയുടെ പിനാക മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ സംവിധാനം അർമേനിയ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ ദൂരപരിധിയും കൃത്യതയും നൽകുന്ന പ്രളയ മിസൈൽ അതിന്റെ ആക്രമണശേഷിയെ പുതിയ തരത്തിലേക്ക് ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 150 മുതൽ 500 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ശേഷിയുള്ള അർദ്ധ ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ. ഭൂനിരപ്പിനോട് ചേർന്ന് സഞ്ചരിക്കാനും യാത്രാമധ്യേ ദിശമാറ്റം നടത്താനും കഴിയുന്നതിനാൽ ശത്രു റഡാറുകൾക്ക് ഇതിനെ കൃത്യമായി കണ്ടെത്തുക എളുപ്പമല്ല. ഏകദേശം 1000 കിലോഗ്രാം വരെ യുദ്ധോപകരണങ്ങൾ വഹിക്കാൻ കഴിയുന്ന ഈ മിസൈൽ ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ മറ്റൊരു പ്രധാന നേട്ടമായാണ് കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശ്രദ്ധേയമാംവിധം വർദ്ധിച്ചിരിക്കുകയാണ്. പിനാക റോക്കറ്റ് സംവിധാനങ്ങൾ, ടാങ്ക് വിരുദ്ധ ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, മറ്റു പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവയുടെ വിതരണത്തിലൂടെ ഇന്ത്യ അർമേനിയയുടെ പ്രധാന പ്രതിരോധ പങ്കാളികളിലൊന്നായി മാറിയിട്ടുണ്ട്. ഇന്ത്യൻ നിർമ്മിത ആയുധ സംവിധാനങ്ങളുടെ കാര്യക്ഷമത യുദ്ധ സാഹചര്യങ്ങളിൽ തെളിയിക്കപ്പെട്ടതായാണ് വിവിധ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ തന്നെ പാശ്ചാത്യ റഷ്യൻ ആയുധ വിപണികൾക്കപ്പുറം ഇന്ത്യയെ വിശ്വസനീയ പങ്കാളിയായി അർമേനിയ കാണുന്നതായാണ് പ്രതിരോധ വിദഗ്ധരുടെ നിരീക്ഷണം. ഒരു കാലത്ത് ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി വളർന്നിരിക്കുകയാണ്. ബ്രഹ്മോസ്, ആകാശ്, പിനാക, പ്രളയ തുടങ്ങിയ തദ്ദേശീയ സംവിധാനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത ആത്മനിർഭർ ഭാരത് നയത്തിന്റെ വിജയത്തിന്റെ സൂചനയായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അർമേനിയയുമായി പുതിയ കരാറുകൾ യാഥാർത്ഥ്യമായാൽ അത് സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം ഇന്ത്യയുടെ ആഗോള പ്രതിരോധ സ്വാധീനവും കൂടുതൽ ശക്തിപ്പെടുത്തും. അതോടൊപ്പം ലോക പ്രതിരോധ വിപണിയിലെ ഇന്ത്യയുടെ സ്ഥാനത്തിന് പുതിയ ഉയരങ്ങളും ഈ കരാർ സമ്മാനിക്കുമെന്ന പ്രതീക്ഷയും ഉയരുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.